യെരുശലേം ടെമ്പിളിനെ കുറിച്ചും അതിലുള്ള ദൈവത്തിൻ്റെ മഹത്വവും അതുപോലെ ഇപ്പോഴുള്ള ദൈവത്തിൻ്റെ മഹത്വവും ഒക്കെ ചുരുക്കമായി ചില കാര്യങ്ങൾ പറയുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ, ദൈവത്തിൻ്റെ മഹത്വം നമ്മളിരിക്കുമ്പോഴേ ഈ അന്ധകാര ശക്തികൾക്ക് നമ്മുടെ ജീവിതത്തിൽ ഒന്നും ചെയ്യാനായിട്ട് പറ്റത്തില്ല. ദൈവത്തിൻ്റെ മഹത്വം നമ്മൾ വസിക്കുമ്പോൾ, അതിൻ്റെ ശക്തിയിൽ നമ്മൾ ജീവിക്കുമ്പോൾ ടോട്ടൽ ഡെലിവറൻസ് നമുക്ക് വന്നു ചേരുകയാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, ടോട്ടൽ ഡെലിവറൻസ്, എല്ലാ മേഖലകളിലുള്ള വിടുതൽ നമുക്ക് വന്നു ചേരുകയാണ്. അതിനുവേണ്ടിയാണ് ഇത് ശ്രദ്ധയോടുകൂടി നിങ്ങൾ കേൾക്കണം. ഒരു കുറിവാക്യമായി 1 ശമൂവേൽ 4:19 തൊട്ട് 22 വരെയുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കാം. 1 ശമൂവേൽ 4:19 മുതൽ 28 വരെ, 22 വരെ. എന്നാൽ അവൻ്റെ മരുമകൾ ഫീനെഹാസിൻ്റെ ഭാര്യ പ്രസവം അടുത്ത ഗർഭിണിയായിരുന്നു. ദൈവത്തിൻ്റെ പെട്ടകം പിടിപെട്ടു പോയതും അമ്മായിയപ്പനും ഭർത്താവും മരിച്ചതും കേട്ടപ്പോൾ അവൾക്ക് പ്രസവവേദന തുടങ്ങി. അവൾ നിലത്ത് വീണ് പ്രസവിച്ചു. അവൾ മരിപ്പാറായപ്പോൾ അരികെ നിന്ന സ്ത്രീകൾ അവളോട്, ഭയപ്പെടേണ്ട, നീ ഒരു മകനെ പ്രസവിച്ചുവല്ലോ എന്ന് പറഞ്ഞു. എന്നാൽ അവൾ ഉത്തരം പറഞ്ഞില്ല, ശ്രദ്ധിച്ചതുമല്ല. ദൈവത്തിൻ്റെ പെട്ടകം പിടിപെട്ടു പോയതുകൊണ്ടും അമ്മായിയപ്പനെയും ഭർത്താവിനെയും ഓർത്തിട്ടും മഹത്വം ഇസ്രായേലിൽ നിന്ന് പൊയ്പോയി എന്ന് പറഞ്ഞ് അവൾ കുഞ്ഞിനെ ഈക്കബോത്ത് എന്ന് പേരിട്ടു. ദൈവത്തിൻ്റെ പെട്ടകം പിടിപെട്ടു പോകൊണ്ട് മഹത്വം ഇസ്രായേലിൽ നിന്ന് പൊയ്പോയി എന്ന് പറഞ്ഞു. ഇത് ഒരു ഇൻസിഡൻ്റാണ്. ശമൂവേലിൻ്റെ പുസ്തകത്തിൽ 4-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന ഇൻസിഡൻ്റാണ്. ഫീനെഹാസിൻ്റെ ഭാര്യ, ഫീനെഹാസ് എന്ന് പറയുന്നത് ഏലിയുടെ മകനാണ്. അന്നേരം ഏലിയുടെ മകനും ഏലിയും അമ്മായിയപ്പനും ഭർത്താവും മരിച്ചു എന്നറിഞ്ഞപ്പോഴേ അവൾക്ക് പ്രസവവേദന തുടങ്ങി. ഈ അധ്യായം ആദ്യം തൊട്ട് വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഏലിയുടെ ജീവിതത്തിൻ്റെ അന്ത്യസമയങ്ങളെക്കുറിച്ച് അതിൽ എഴുതിയിട്ടുണ്ട്. ഫെലിസ്ത്യയുടെ മുമ്പിൽ ഇസ്രായേൽ തോറ്റോടി, അതിനോട് ചേർന്ന് ദൈവത്തിൻ്റെ പെട്ടകവും പിടിപെട്ടു പോയി എന്ന് എഴുതിയിട്ടുണ്ട്. എന്നിട്ട് ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ദൈവത്തിൻ്റെ പെട്ടകം പോയി, പിടിച്ചുകൊണ്ട് പോയി, ഫെലിസ്ത്യർ കൊണ്ടുപോയി എന്നറിഞ്ഞപ്പോൾ പിറകോട്ട് വീണ് ഏലി കഴുത്തൊടിഞ്ഞ് മരിച്ചു. അതിനുശേഷമാണ്, അത് അറിഞ്ഞതിന് ശേഷം അമ്മായിയപ്പനും പോയി, മോനും പട്ടുപോയി, ഫെലിസ്ത്യരുടെ ഇടയിൽ പട്ടുപോയി എന്നറിഞ്ഞതിന് ശേഷം അവൾക്ക് പ്രസവവേദന തുടങ്ങി. അവൾ വലിയ ദുഃഖത്തോടു കൂടി നിലത്ത് വീണു. ഈ സൂതികർമ്മികൾ പ്രസവം എടുക്കുന്നവർ അറിയാം അവൾ മരിക്കുമെന്ന്. അവളതൊന്നും ശ്രദ്ധിച്ചില്ല. അവളുടെ ആകെ ഒരു ചിന്ത ഇതേ ഉള്ളായിരുന്നു, ദൈവത്തിൻ്റെ പെട്ടകം പിടിക്കപ്പെട്ടു. ദൈവത്തിൻ്റെ പെട്ടകം പിടിക്കപ്പെട്ടെന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ മഹത്വം അവൾ നിന്ന് പോയി. കാരണം ദൈവത്തിൻ്റെ മഹത്വം ഇറങ്ങുന്ന അവൾ കണ്ടിട്ടുണ്ട്. ഈ ഏലി പുരോഹിതനാണ്. അപ്പോൾ അവിടെ ശുശ്രൂഷയ്ക്ക് ദൈവത്തിൻ്റെ മഹത്വം അവിടെ ഇറങ്ങുന്നത് ഒക്കെ ഈ സ്ത്രീ കണ്ടിട്ടുണ്ട്. അതിന് ഈ മഹത്വം ഇവിടുന്ന് വിട്ടുപോയതിനെക്കുറിച്ചാണ് ഈ ഫീനെഹാസിൻ്റെ ഭാര്യയ്ക്ക് ചിന്ത മുഴുവൻ. ജീവിതത്തിലെ ഏറ്റവും വലിയ കാര്യം ദൈവമഹത്വം കൂടെ ഇരിക്കുന്നതാണ്. ഈ സ്ത്രീക്ക് അത് അറിയാമായിരുന്നു. ദൈവമഹത്വം കൂടെ ഉണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളും ദൈവം ആഗ്രഹിക്കുന്ന അനുസരിച്ച് നമ്മുടെ ജീവിതത്തിൽ വന്നു ചേരുമെന്നും ദൈവത്തിൻ്റെ അനുഗ്രഹം നമ്മളോട് കൂടെ ഉണ്ടായിരിക്കുമെന്നും ഫീനെഹാസിൻ്റെ ഭാര്യയ്ക്ക് അറിയാം. ഫീനെഹാസിന് അത് അറിയത്തില്ല. എൻ്റെ ശുശ്രൂഷയിലെ, അല്ലെങ്കിൽ ഇത് പുരോഹിത കുടുംബമാണ്, എൻ്റെ ശുശ്രൂഷയിലെ വ്യാപരിച്ച ദൈവശക്തി ഇതെല്ലാം ഫീനെഹാസിൻ്റെ ഭാര്യയ്ക്ക് അറിയാം. പുരോഹിതനായ ഏലിയുടെ മക്കള്, അവരെക്കുറിച്ച് 2:12 പറയുന്നുണ്ട്. 1 ശമൂവേൽ 2:12. ഏലിയുടെ പുത്രന്മാർ നീചന്മാരും യഹോവയെ ഓർക്കാത്തവരുമായിരുന്നു. കേട്ടോ, യഹോവയുടെ ഓർക്കാത്തവരായിരുന്നു, അവർ നീചന്മാരായിരുന്നു. വേറൊരു നമ്മുടെ ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ അവർ ഗൂണ്ടകളായിരുന്നു. അവരെന്തോ ചെയ്തത്,
യാഗം കഴിക്കാനായിട്ട് വന്നിട്ട് മാംസം വേവിക്കുന്ന സമയത്ത് മാംസം തീയിലേക്ക് ഇടുമല്ലോ, ആ സമയത്ത് പുരോഹിതൻ്റെ ബാല്യക്കാരൻ കയ്യിൽ മുപ്പല്ലി, ഈ മുപ്പല്ലി എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവണം, ഈ 3 പല്ലുള്ള സാധനം കുത്തിയെടുക്കുന്ന മുപ്പല്ലിയുമായി വന്ന് കലത്തിലും ഉരുളിയിലും കുട്ടകത്തിലും ചട്ടിയിലും കുത്തും. മുപ്പല്ലി പിടിച്ചതൊക്കെയും പുരോഹിതൻ എടുത്തുകൊണ്ട് പോകും. മേധസ് ദൈവത്തിനുള്ളതാണ്. മേധസ് ദയിപ്പിക്കണം, അതാണ് ആവശ്യം. മേധസ് ദൈവത്തിനുള്ളതാണ്. അതിനുശേഷം ബാക്കിയുള്ളത് പുരോഹിതന് ആ മാംസം എടുക്കാം. അതുകൊണ്ട് ഈ വേവുന്നതിന് മുമ്പ്, മേധസ് ദഹിക്കുന്നതിന് മുമ്പ് തന്നെ പച്ച മാംസം കുത്തിയെടുത്തുകൊണ്ട് പോവുകയാണ്. അത് ബലാത്കാരേണ, ഗൂണ്ടായിസം പോലെ ചെയ്യുകയാണ്. അതുകൊണ്ട് ദൈവത്തിൻ്റെ വഴിപാട് നിന്ദിച്ചു. ദൈവത്തിൻ്റെ വഴിപാടും യാഗവുമാണ് ആരാധന. ഇവിടെ ദൈവത്തിൻ്റെ ആരാധനയെ നിന്ദിച്ച ഫീനെഹാസ്, ദൈവത്തിൻ്റെ ആരാധനയെ നിന്ദിച്ച പുരോഹിതൻ്റെ മക്കൾ, അവരെ എന്തോ പിന്നെ വിളിക്കേണ്ടത്? അവർ ബലാത്കാരത്തിൽ വന്നിട്ട് ദൈവത്തിന് കൊടുക്കേണ്ട വർഷിപ്പ് തട്ടിയെടുക്കുക. ഇത് തന്നെയാണ് ലൂസിഫറും ചെയ്തത്. ദൈവത്തിന് കിട്ടേണ്ട വർഷിപ്പ് സ്വന്തമായി എടുക്കുക. അവരെ എന്താണ്? നീചന്മാരെന്നാണ് പറയുന്നത്. പൗരോഹിത്യത്തിൻ്റെ റെസ്പോൺസിബിലിറ്റി വയറ് നിറയ്ക്കുക അല്ലെങ്കിൽ കുഞ്ഞുങ്ങളെ നന്നാക്കുക എന്നുള്ളതല്ല. അത് ആവശ്യമാണ്, ഇല്ലെന്ന് പറയുന്നില്ല. യേശുവിൻ്റെ സമയത്ത് മഹാപുരോഹിതന്മാരൊക്കെ അന്നത്തെ റോമൻ ഗവൺമെൻറ്റുമായിട്ട് ചേർന്ന് വലിയ കോക്കസ് ഉണ്ടാക്കി അവിടെ നടന്നത് എന്താണ്? അവിടെ യെരുശലേം ടെമ്പിളിലെ വാണിജ്യ മേഖലകളാക്കി മാറ്റി പണം തട്ടിയെടുക്കുന്ന ഒരു രീതിയായിരുന്നു ഉണ്ടായിരുന്നത്. ഒരു കുഞ്ഞാടിനെ കൊണ്ടുവന്നു, അല്ലെങ്കിൽ പ്രാവിനെ കൊണ്ടുവന്ന് അവിടെ കൊണ്ടുവരുമ്പോൾ അവരെന്തെങ്കിലും കുറ്റം കണ്ടുപിടിച്ച് അത് ഊനമുള്ളതെന്ന് പറഞ്ഞിട്ട് അത് മാറ്റി കൊടുത്തിട്ട് കളഞ്ഞിട്ട് അതിനെ ഒരു ത്രോ അവേ പ്രൈസിന് വാങ്ങിച്ച് അപ്പുറത്തെ വേറൊരു കൗണ്ടറിൽ കൊണ്ടുവെക്കും. വെച്ചിട്ട് ഈ കൗണ്ടറിൽ നിന്ന് 4 ഇരട്ടി തുകയ്ക്ക് ഊനമില്ലാത്ത കുഞ്ഞാടെന്ന് അവർ സർട്ടിഫൈ ചെയ്തതിനെ കൊടുക്കും. ഇതേ സാധനം തന്നെ നേരത്തെ കൊണ്ടുവന്ന് ആരോഗ്യമുള്ള സാധനത്തെ വീണ്ടും റൊട്ടേറ്റ് ചെയ്ത് ഇതേ കൗണ്ടറിൽ വരും. എന്താണ് ഉദ്ദേശിക്കുന്നത്? പണം ഉണ്ടാക്കുക. റോമൻ ഗവൺമെൻറ്റിനും അതുപോലെ മഹാപുരോഹിതനും അവൻ്റെ കുടുംബത്തിലുള്ളവർക്കും മേളിലിരിക്കുന്ന റൂളേഴ്സിനും പണം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളൊരു ചിന്ത. അത് യേശുവിൻ്റെ കാലത്തും ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് യേശു പറഞ്ഞ്, എൻ്റെ ആലയം പ്രാർത്ഥനാലയം, നിങ്ങളോ എന്നെ കള്ളന്മാരുടെ ഗുഹയാക്കി തീർത്തു എന്ന് പറഞ്ഞു. നല്ല ശമരിയക്കാരൻ്റെ എക്സാമ്പിൾ നമുക്കറിയാം. യേശു പറഞ്ഞു, പുരോഹിതൻ വന്നിട്ട് മാറിപ്പോയി. അവിടെ ക്യാരക്ടർ നേച്ചർ അങ്ങനെയാണ്. അസിസ്റ്റന്റ് പാസ്റ്റർ അവർ വന്ന് മാറിപ്പോയി. ഇന്നത്തെ സാഹചര്യം നമ്മൾ ഓർക്കുക. സഭകളിൽ മൂപ്പന്മാരായിരിക്കുന്നവർ, പാസ്റ്റേഴ്സ് ആയിരിക്കുന്നവർ, പുരോഹിതന്മാരായിരിക്കുന്നത് ആരായാലും, സഭയെ ലീഡ് ചെയ്യാനായിട്ടിരിക്കുന്നവർ, ഇന്ന് ഏലിയുടെ കുടുംബത്തിന് വന്ന വലിയ ഒരു പ്രയാസം അവരുടെ ജീവിതത്തിൽ വരരുത്. കർത്താവിൻ്റെ മഹത്വം നഷ്ടപ്പെടുത്തി കളയരുത്. എന്നാൽ ഈ ലേവിയിലില്ലാത്ത, പുരോഹിതനില്ലാത്ത കാര്യം ആ നല്ല ശമരിയക്കാരനിൽ ഉണ്ടായിരുന്നു. ദൈവം ഒരു സ്നേഹമുള്ള നല്ല ശമരിയക്കാരനെ കൊണ്ടുവന്ന് ആ ടൈം ഇൻ നീഡ്, ഏറ്റവും നല്ല കൂട്ടുകാരൻ ആരാണെന്ന് ചോദിച്ചാൽ എ ഫ്രണ്ട് ഇൻ നീഡ് ഈസ് എ ഫ്രണ്ട് ഇൻ ഡീഡ് എന്ന് നമ്മളൊരു ചൊല്ലുണ്ടല്ലോ. അവന് ആവശ്യത്തിലിരുന്നപ്പോഴേ കരുതാനായിട്ട് ഒരു നല്ല ശമരിയക്കാരനെ കൊണ്ടുവന്നു. ഈ ഒരു ആറ്റിറ്റ്യൂഡ് നമുക്കെല്ലാം ഉണ്ടാകട്ടെ. ഭക്തിയുടെ വേഷം കെട്ടിയ അനേകം ആളുകളെന്നുണ്ട്. അത് വേർപാട് സഭയിലുമുണ്ട്, അല്ലാത്ത സഭകളിലുമുണ്ട്. ഭക്തിയുടെ വേഷം കെട്ടിയവർ. അവരെന്താണ്?
ദൈവമഹത്വത്തെ നഷ്ടമാക്കി കളഞ്ഞു എന്ന് മറന്നുപോലും. ഏലിയെ പോലെ അപ്പൻ മഹാപുരോഹിതൻ, മക്കള് ഗൂണ്ടകൾ, ആ ഒരു രീതിയിൽ ഒരിക്കലും ആകരുത്. ഇവിടെ ഫീനെഹാസിൻ്റെ ഭാര്യ പറയുകയാണ്, മഹത്വം, ദൈവത്തിൻ്റെ മഹത്വം നഷ്ടപ്പെട്ടു, ഇസ്രായേലിൽ നിന്ന് നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ് ആ കുട്ടിക്ക് ഈ കബോധ് എന്ന പേരിട്ടു. അഭിഷേക തൈലം വീണവര് നീചപ്രവൃത്തി ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. നമ്മളെ ദൈവം നിങ്ങളെയൊക്കെ കൈവച്ച് അഭിഷേകം ചെയ്ത് ശുശ്രൂഷയ്ക്ക് ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിലും നീചപ്രവൃത്തി ചെയ്യാൻ പിശാച് നിങ്ങളെ പലപ്പോഴും പ്രേരിപ്പിക്കും. നമ്മളെയൊക്കെ പലപ്പോഴും നീചപ്രവൃത്തി ചെയ്യാനായിട്ട് പ്രേരിപ്പിക്കും. അതുകൊണ്ട് നമ്മുടെ ദൈവം തന്നിരിക്കുന്ന അഭിഷേകം ഒരിക്കലും നഷ്ടപ്പെടുത്തി കളയരുത്. 2 ശമൂവേൽ 11-ാം അധ്യായത്തിൻ്റെ 14 മുതൽ 18 വരെയുള്ള വാക്യങ്ങളിൽ രാവിലെ ദാവീദ് യോബാബിനൊരു എഴുത്ത് എഴുതി ഊരിയാവിൻ്റെ കയ്യിൽ കൊടുത്തയച്ചു. നമുക്കതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഹിസ്റ്ററികൾ അറിയാവുന്നതാണ്. ഊരിയാവിനെ കൊല്ലണം. അതിനെന്തിനാണ് ദാവീദിന് ഏത് അഭിഷേകമാണ് ഊരിയാവിനെ കൊല്ലുന്നത്? അഭിഷേക തൈലം ദാവീദിൻ്റെ മേലുണ്ട്, എങ്കിലും നീചപ്രവൃത്തി ചെയ്യുവാൻ അവനെ പ്രേരിപ്പിച്ചു. അവനെ ചതിച്ചു കൊന്നു. പട കഠിനമായിരിക്കുന്നിടത്ത് ഊരിയാവിനെ മുന്നണിയിൽ നിർത്തി അവൻ വെട്ടുകൊണ്ട് മരിക്കണം എന്നാഗ്രഹിച്ച് എഴുത്തു കൊടുത്തു വിട്ടു. അങ്ങനെ സംഭവിച്ചു. ഊരിയാവ് മരിച്ചു. ഇവിടെ ഒരു സാധാരണ കേസിൽ എന്താണ്? ഒരു അനുശോചനം നടക്കും. അനുശോചനത്തിന് രാജാവ് വരും. രാജാവ് അവിടെ വന്നിട്ട് അവിടെ നിന്നൊരു അനുശോചന പ്രസംഗം, രാജാവ് വന്നൊരു അനുശോചന പ്രസംഗമാണ്. നമ്മുടെ ഇപ്പോഴേ കഴിഞ്ഞ നാളുകളിലൊക്കെ മരണമുണ്ടായി, ടെററിസ്റ്റ് അറ്റാക്കൊക്കെ ഉണ്ടായപ്പോഴേ അവിടെ ലീഡേഴ്സ് വന്ന് അനുശോചനം നടത്തി. അത് പോരാഞ്ഞിട്ട് സാധാരണ 7 ദിവസം ദുഃഖ ആചരണം. ഇവിടെ എന്താ കാണിച്ചത്? അഭിഷേകം ഉള്ള ആള് മറുഭാഗത്ത് നീചപ്രവൃത്തി പ്ലാൻ ചെയ്ത് അവിടെ ചെയ്യുന്നതായിട്ട് കാണുന്നു. അവിടെ എന്താ? നിന്റെ അഭിഷേകം നിലനിൽക്കുകയില്ല. കർത്താവിൻ്റെ മഹത്വം നിന്നിൽ നിന്ന് വിട്ടുപോകും. കാരണം നീ എന്താണ്? വ്യഭിചാരവും ചെയ്യുകയാണ്, കൊലപാതകം ചെയ്യുകയാണ്. 2 ശമൂവേൽ 12:8-9 നാഥാൻ പ്രവാചകൻ വന്ന് കഥ പറയുന്ന കാര്യം കാണാം. അതിനകത്ത് ഹിസ്റ്ററി മുഴുവൻ പറയുകയാണ്, ഞാൻ നിനക്ക് നിൻ്റെ യജമാൻ്റെ ഗൃഹത്തെയും നിൻ്റെ മാറുടത്തിലേക്ക് നിൻ്റെ യജമാൻ്റെ ഭാര്യമാരെയും തന്നു. ഇസ്രായേൽ ഗൃഹത്തെയും യഹൂദ ഗൃഹത്തെയും നിനക്ക് തന്നു. പോരായെങ്കിൽ ഇന്നതുകൂടി ഞാൻ നിനക്ക് തരുമായിരുന്നു. നീ യഹോവയുടെ കൽപ്പന അനുസരിച്ച് അവൻ അനിഷ്ടമായത് ചെയ്തത് എന്തിന്? ഹിത്യനായ ഊരിയാവിനെ വാൾ കൊണ്ട് വെട്ടി അവൻ്റെ ഭാര്യയെ നിനക്ക് ഭാര്യയായി എടുത്തു. അവനെ അമോര്യരുടെ വാൾ കൊണ്ട് കൊല്ലിച്ചു. നാഥാൻ പ്രവാചകൻ വന്നെല്ലാം ക്ലിയറായിട്ട് പറയുകയാണ്, അവൻ മരണയോഗ്യനാണ്, ആ മനുഷ്യൻ നീ തന്നെ എന്ന് പറയുന്നു. അതുകൊണ്ട് എന്താ സംഭവിച്ചത്? ദാവീദിൻ്റെ ഗൃഹത്തിൽ 4 കാര്യങ്ങൾ സംഭവിച്ചതായിട്ട് നമുക്ക് കാണാം. ഞാൻ ഇതിലേക്ക് കൂടുതലായിട്ട് പറയുന്നില്ല. ദൈവത്തിൻ്റെ മഹത്വം വിട്ടുപോയതിനെ കുറിച്ചാണ് പറയാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ നിനക്കൊരു കാര്യം ചെയ്തു, നിനക്കൊരു മഹത്വം തന്നു, നീ അതിന് വില കൊടുത്തില്ല. ആ മഹത്വത്തിന് വില കൊടുക്കാത്തതുകൊണ്ട് വാൾ നിൻ്റെ ഗ്രഹത്തെ വിട്ടുമാറുകയില്ല. 2 ശമൂവേൽ 12:10 സ്വന്തം ഗ്രഹത്തിൽ നിന്ന് നിനക്ക് അനർത്ഥം വരുത്തും. സ്വന്തം ഗ്രഹം. രാജാവിനെ അപ്പനെ കൊന്നിട്ട് രാജാവാൻ ആഗ്രഹിച്ച അബ്ശാലോം സ്വന്തം മകനായിരുന്നു. സ്വന്തം ഗ്രഹത്തിൽ നിന്ന് നിനക്ക് അനർത്ഥം വരും. നീ പാപികളുടെ വഴിയിൽ നടക്കാതെയും പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാതെയും ചെയ്യണം എന്ന് പറഞ്ഞ ദാവീദ്, നീ കാണുക നിന്റെ ഭാര്യമാരെ എടുത്ത് കൂട്ടുകാർക്ക് കൊടുക്കും, സൂര്യൻ്റെ വെട്ടത്തത് നടക്കും.
നിന്റെ ഭാര്യമാരെ എടുത്ത് കൂട്ടുകാർക്ക് കൊടുക്കും. അതുപോലെ തന്നെ 4ാമത് പറഞ്ഞ നിന്റെ കുഞ്ഞ് മരിക്കും. അഭിഷേകം നഷ്ടപ്പെട്ടു അല്ലെങ്കിൽ ദൈവത്തിൻ്റെ മഹത്വം ഇല്ലാതെ വരുന്നിടത്ത് എല്ലാം നെഗറ്റീവായിട്ട് വരുന്നതായിട്ട് കാണും. ഓക്കെ, അഭിഷേകമുള്ള മനുഷ്യനാണ്. ഒരിക്കൽ എൻ്റെ ഈ വചനം കേൾക്കുന്നവരോട് ഞാൻ ഒരിക്കൽ പറയുകയാണ്, വീണ്ടും പറയുകയാണ്, ഒരിക്കൽ കർത്താവിൻ്റെ പ്രസാദത്തിലായിരുന്ന നിങ്ങൾ കർത്താവിൻ്റെ മഹത്വം മനസ്സിലാക്കിയിട്ട് അവനിൽ നിന്ന് വിട്ടുമാറി പിശാച് പല കാര്യങ്ങളും ഈ ലോകത്തിൽ ഇഞ്ചക്റ്റ് ചെയ്ത് നിങ്ങളെ നടത്തിയെങ്കിൽ, നിങ്ങളെ തെറ്റിപ്പോയി ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് മാറിപ്പോയെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുകയാണ്, ദൈവത്തിൻ്റെ മഹത്വം തിരിച്ചു കൊണ്ടുവരണം. അല്ലെങ്കിൽ നിൻ്റെ വാൾ വിട്ടുമാറത്തില്ല, സ്വന്തം ഗ്രഹത്തിൽ നിനക്ക് അനർത്ഥം വരുന്ന നിൻ്റെ പിള്ളേർ നിന്നോട് തിരിയും. അതുപോലെ തന്നെ നിൻ്റെ മഹത്വം നഷ്ടപ്പെട്ടു പോയാൽ നീ രഹസ്യത്തിൽ ചെയ്തത് പരസ്യത്തിൽ ചെയ്യും, നിൻ്റെ മഹത്വം പോവും. നീ വിശ്വാസത്തിലിരിക്കുന്നുവെന്ന് ശോധന ചെയ്യുക, നിൻ്റെ വീട്ടിൽ അനർത്ഥങ്ങളൊക്കെ വരും. ഇതുപോലെയായിരുന്നു സാംസണും ദലീലയും, ശിംശോനും ദലീലയ്ക്കും സംഭവിച്ചത്. ദൈവം അവൻ്റെ മഹത്വം മാറ്റിക്കളഞ്ഞു. മഹത്വം തിരിച്ചു കൊണ്ടുവരണം ദൈവത്തോട് ചോദിക്കുമ്പോൾ. നമ്മൾ തുടർമാനമായിട്ടിത് ചിന്തിക്കാം എന്ന് വിചാരിക്കുകയാണ്. നമ്മളിപ്പോഴ് ടൈം ഇത് തീർന്നതുകൊണ്ട് തൽക്കാലം ഞാനിവിടെ നിർത്തുകയാണ്. ഈ ദൈവത്തിൻ്റെ മഹത്വം ഒരിക്കൽ വന്നിട്ട് നഷ്ടപ്പെട്ടു പോയ കാര്യം പഴയ നിയമത്തിൽ നിന്ന് ഏലി പുരോഹിതൻ്റെ ഭവനത്തിലും അതുപോലെ ദാവീദിൻ്റെ കുടുംബത്തിലും സംഭവിച്ച കാര്യങ്ങളാണ് പറഞ്ഞത്. ആരാധനയ്ക്ക് പ്രാധാന്യം കൊടുക്കാതെ, അതുപോലെ മഹത്വം ദൈവമഹത്വത്തിന് പ്രാധാന്യം കൊടുക്കാതെ, ഈ ലോകത്തിലെ മോഹങ്ങൾക്ക് കീഴ്പ്പെട്ടുകൊണ്ട് നമ്മുടെ ഇഷ്ടമനുസരിച്ച് കാര്യങ്ങളെ ക്രമീകരിക്കാനായിട്ട് പോയവർ അവരുടെ ജീവിതത്തിൽ എന്താണ് സംഭവിച്ചതെന്നറിയാം. ഇതേ കാര്യമാണ് ശിംശോനും ദലീലയ്ക്ക് സംഭവിച്ചത്. ശിംശോന് സംഭവിച്ചത്. നാസിർ വ്രതക്കാരനായവൻ, അവന് ഒരു പെണ്ണിന് തൻ്റെ ജീവിതം അടിയറ വെച്ചുകൊണ്ട് തൻ്റെ മഹത്വം, ദൈവത്തിൻ്റെ മഹത്വം നഷ്ടപ്പെടുത്തി കളഞ്ഞതായിട്ട് നമ്മൾ കാണും. അതുകൊണ്ട് നമ്മുടെ ജീവിതങ്ങളിൽ ഏതെങ്കിലും രീതിയിൽ തിരിച്ചു വരേണ്ട ആവശ്യമുണ്ടെങ്കിൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവർ തിരിച്ചു വരാനായിട്ട് ചിന്തിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യണം. ഏതെങ്കിലും രീതിയിൽ കർത്താവിൻ്റെ മഹത്വം ഉപേക്ഷയെ വിചാരിച്ചവർ ആരെങ്കിലും ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ കർത്താവെ അടിയനോട് ക്ഷമിക്കണമേ, ഞാൻ വിട്ടുപോയി, ഞാൻ ചിന്തിച്ചു പോയി, തെറ്റിപ്പോയി, കർത്താവെ ഞാൻ മടങ്ങി വരാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞ് ദൈവസന്നിധിയിൽ നമ്മളെ തന്നെ സമർപ്പിക്കുക. അവിടെ ദൈവം ഒരു വലിയ ഡെലിവറൻസ് തരും. നമ്മുടെ ദൈവം ക്ഷമിക്കുന്ന ദൈവമാണ്. അവൻ മഹാദയുള്ള ദൈവമാണ്, ദീർഘക്ഷമയുള്ള ദൈവമാണ്. അവൻ തിരിച്ചു വരുത്തും, അവൻ കൊണ്ടുപോയ തിരിച്ചു വരുത്തും. ഇവിടെ ദാവീദിനെ തിരിച്ചു കൊണ്ടുവന്നതായിട്ട് കാണുന്നു. ശിംശോന് വീണ്ടും അവൻ മരിച്ചതിനേക്കാളും അവൻ ജീവിതകാലത്തിരുന്ന് കൊന്നതിനേക്കാളും കൂടുതൽ ഫെലിസ്ത്യരെ ആ ഗോപുരത്തിങ്കിലെ നാശത്തോടുകൂടി ചെയ്തതായിട്ട് കാണുന്നു, തിരിച്ചു കൊണ്ടുവന്നതായിട്ട് കാണും. അതുപോലെ നമ്മുടെ ജീവിതങ്ങളിലും എവിടെയെങ്കിലും വീണ് പോയിട്ടുണ്ടെങ്കിൽ ഈ കർത്താവിനോടൊന്ന് ഏറ്റുപറയും. ഇന്ന് രാത്രികാലം കർത്താവെ, അടിയനെ നിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു, നിൻ്റെ മഹത്വം എന്നിലിരിക്കുന്നു എന്ന് ഞാൻ തിരിച്ചറിഞ്ഞില്ല, നീ എന്നെ വീണ്ടെടുത്ത് റീഇൻസ്റ്റേറ്റ് ചെയ്ത് തരണമേ എന്ന് പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവെ, ഇത് കണ്ടുകൊണ്ടിരുന്ന പ്രിയപ്പെട്ടവരെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കും. നിൻ്റെ വലിയ മഹത്വം കാണുവാനായിട്ട് ഈ ദിവസങ്ങൾ കർത്താവെ നീ സഹായിക്കുക, ഇടവരുത്തുകയും ചെയ്യണമേ. ദൈവകരങ്ങളിലേക്ക് ഞങ്ങൾ ഏൽപ്പിക്കുക കർത്താവെ. കർത്താവെ, ഇന്ന് ഞങ്ങൾ ചിന്തിച്ച ഫീനോഹാസിൻ്റെ ഭാര്യയ്ക്ക് ആ ചിന്തയുണ്ടായിരുന്നു. അതുപോലൊരു ചിന്ത കർത്താവെ ഞങ്ങൾക്കുണ്ടാകുവാൻ കർത്താവെ നീ ഇടവരുത്തണമേ, സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കും. മഹത്വം എപ്പോഴും അത് വിലയേറിയതാണെന്ന് മനസ്സിലാക്കി അത് ഞങ്ങളെ സൂക്ഷിപ്പാനായിട്ട് കർത്താവെ ഇടവരുത്തണമേ. വിശ്വാസത്തിലിരിക്കുന്നു എന്ന് ഞങ്ങളെ തന്നെ ശോധന ചെയ്യുവാൻ കർത്താവെ ഇടവരുത്തണമേ. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഏതെങ്കിലും രീതിയിൽ പ്രതികൂല അവസ്ഥയിൽ കൂടി കടന്നു പോകുന്നെങ്കിൽ അതൊന്ന് എക്സാമിൻ ചെയ്യുവാനായിട്ട്, അതിൻ്റെ കാരണം എന്താണെന്ന് ഒന്ന് എക്സാമിൻ ചെയ്യുവാനായിട്ട്, അതിലൊരു ഡെലിവറൻസ്, ഒരു വീണ്ടെടുപ്പ് വരുവാനായിട്ട് കർത്താവെ ഇന്ന് രാത്രികാലം ഇടവരുത്തും സഹായിക്കുകയും ചെയ്യണമേ. ഏറ്റുപറയാതെ ഉപേക്ഷിക്കാത്ത പാപങ്ങൾ ജീവിതത്തിൽ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിപ്പാൻ കർത്താവെ കൃപയൊരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഏത് റോളോ റെസ്പോൺസിബിലിറ്റി ആയാലും
അതിലെല്ലാം എക്സൽ ആകാനായിട്ട്, അതിനകത്ത് കെട്ടപ്പെട്ടിരിക്കുന്ന ചില പാപങ്ങളിൽ നിന്നുള്ള ഡെലിവറൻസ് ഈ ദിവസം യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ ചോദിക്കുകയാണ്. എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നവരെ നീ വിടുവിക്കുകയും സഹായിക്കുകയും ചെയ്യണം. മറ്റുള്ളവർക്ക് കരുണ ചെയ്യണമെന്ന് തോന്നിയിട്ടും കരുണ ചെയ്യാതെ ഹൃദയം കഠിനമാക്കിയിരിക്കുന്ന ചില ആളുകളെ ഇന്ന് ഹൃദയം മനസ്സ് കഠിനമായിരിക്കുന്ന മനസ്സ് ദൈവം ഇന്ന് അലിയിച്ചു തരും. ഇന്നത് അതിൽ ഏറ്റവും കൂടുതലായിട്ടുള്ളൊരു കമ്പാഷൻ ദൈവം ഇന്ന് തരും. മറ്റുള്ളവരെ കരുതുവാനുള്ള കമ്പാഷൻ. ചിലർക്ക് കൊടുക്കാതിരിക്കുന്ന പണം പിടിച്ചു വച്ചിരിക്കുന്ന ചില ആളുകളെ ഇത് കാണുന്നു, ഇന്ന് അത് റിലീസ് ചെയ്യപ്പെടും. ദൈവം നിങ്ങളുടെ ഹൃദയങ്ങളിൽ അത് പറയുകയാണ്, അത് റിലീസ് ചെയ്ത് കൊടുക്കുവാനായി. ഇന്ന് ദൈവത്തിൻ്റെ വലിയ 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 കൃപ നിങ്ങളോട് കൂടെ ഇരുന്ന് അതിൽ നിന്ന് റിലീസ് തരും. ദൈവത്തിൻ്റെ കരുണ നിങ്ങളോട് കൂടെ ഇരിക്കട്ടെ. ഞങ്ങൾ കർത്താവെ എന്നോട് ചേർന്ന് പ്രാർത്ഥിച്ച എല്ലാവരെയും ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ എല്ലാ രീതിയിലും ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ എല്ലാവരെയും ഇടവരുത്തണമേ, സഹായിക്കണമേ. പ്രാർത്ഥന കേട്ടോർത്ത് സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ കേൾക്കുമാറാകണമേ. ആമേൻ. ഇത് കണ്ടുകൊണ്ടിരുന്ന എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. ദൈവത്തിൻ്റെ മഹത്വം നഷ്ടപ്പെട്ടു പോയ വിധങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. ദൈവത്തിൻ്റെ മഹത്വം ഇനി തിരിച്ചു കൊണ്ടുവരുന്നതും എങ്ങനെയാണെന്ന് നമുക്ക് ചിന്തിക്കാം. തുടർമാനമായിട്ടിത് ചിന്തിക്കണം. ഇത് വാച്ച് ചെയ്യണം. നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കണം. ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ പ്രെയർ റിക്വസ്റ്റുള്ള വാട്സാപ്പ് നമ്പറിൽ അയച്ചു തരിക. എല്ലാ ദിവസവും 9:30 മണിക്ക് ഇത് നിങ്ങളുടെ ഡിവൈസിൽ കിട്ടുന്നതാണ്. ഇത് കാതോർത്തിരിക്കുക. ഇതെല്ലാം നിങ്ങൾക്ക് അനുഗ്രഹമായിരിക്കും. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.